ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിച്ച് അംഗീകരിച്ച് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് അതർഹിക്കുന്ന ഗൗരവത്തിൽ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ദുനിയാവിലേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പ് വളരെ വ്യവസ്ഥാപിതമായ കൃത്യമായ വ്യവസ്ഥയോടുകൂടിയുള്ള ഒരു ജീവിതം, അതല്ലെങ്കിൽ ഒരു ടൈം അവന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു മനുഷ്യൻ നമുക്കറിയാവുന്നതുപോലെ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ബന്ധത്തിലൂടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വളരെ കൃത്യമായി ഓരോ മനുഷ്യനും ജീവൻ തുടിക്കുന്ന രംഗം നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലെ 14 മുതൽ 12 മുതൽ 14 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ വ്യക്തമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചത് മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന രൂപത്തിലുള്ള കളിമണ്ണിൽ നിന്നുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ثم جعلناه نطفة في قرار مكين. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീടുള്ള ഓരോ മനുഷ്യരെയും സൃഷ്ടിച്ചത് അല്ലാഹു പ്രത്യേക സംരക്ഷണ കവചമൊരുക്കി ആ ഒരു പുരുഷന്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്ന ബീജകണികകളിൽ നിന്നാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ആ ഒരു ബീജം ഉമ്മയുടെ അണ്ഡത്തിലേക്ക് പ്രവേശിച്ചത് മുതൽ ആ ഒരു ബീജത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭ്രൂണമാക്കി മാറ്റുകയും ആ ഭ്രൂണത്തെ പിന്നീട് ഒരു മാംസപിണ്ഡമാക്കി മാറ്റുകയും ആ മാംസപിണ്ഡത്തിൻ്റെ മുകളിൽ എല്ലുകൾ ആവരണം ചെയ്യുകയും ആ മാംസപിണ്ഡത്തിൻ്റെ മുകളിൽ ആ എല്ലിൻ്റെ മുകളിൽ അല്ലാഹു മാംസപിണ്ഡം ആവരണം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സൃഷ്ടിയായിക്കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ വ്യവസ്ഥകൾ മുഴുവനും നിർണയിക്കുന്നതും ഈ വ്യവസ്ഥകൾ മുഴുവനും അതിൻ്റെ കൃത്യമായ രൂപത്തിൽ സംവിധാനിക്കുന്നതും അല്ലാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അങ്ങനെയുള്ള മനുഷ്യൻ്റെ ആ ഒരു മാംസത്തിലേക്ക് റസൂലുള്ളാഹി പറയാണ്, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫി ബത്നി ഉമ്മിഹി 40 യൗമ, 40 ദിവസം കൊണ്ട് ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك, 40 ദിവസം കൊണ്ട് മാംസപിണ്ഡമായും അത് പിന്നീട് ഇറച്ചി വന്നും അത് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ
ثم يرسل الله تعالى إليه الملك. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിലേക്ക് ഒരു മലക്കിനെ പറഞ്ഞയക്കുമെന്ന് റസൂലുള്ളാഹ്. ഫയുൻഫഖു ഫീഹി റൂഹ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു രൂപത്തിലേക്ക് ഒരു റൂഹിനെ ഊതുമെന്ന്, ആ മലക്ക് ഊതുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതായത് ഒരു കുഞ്ഞു ഉമ്മയുടെ ഗർഭാശയത്തിൽ തുടക്കം കുറിച്ചത് മുതൽ 40ാമത്തെ ദിവസം ആ കുഞ്ഞിന് ജീവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. തീർന്നില്ല, വീണ്ടും റസൂലുള്ളാഹി പറയുകയാണ്, വയുമറു ബി അർബഇ കലിമാത്തിൻ, ആ ജീവൻ ആ ഒരു കുഞ്ഞിന് നൽകിയത് മുതൽ 4 കാര്യങ്ങൾ അവന്റെ മേൽ കൽപ്പിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി പറയാൻ. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ എന്നറിയോ? നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിലായിരിക്കെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട, നമുക്ക് തീരുമാനിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും വിളിയാളം വന്ന 4 കാര്യങ്ങൾ അവിടെ റസൂലുള്ളാഹി പറയാൻ. അതിലൊന്നാമത്തേത് നമ്മുടെ റിസ്ഖിനെ കുറിച്ചാണ്, നമ്മുടെ ഉപജീവനത്തെ കുറിച്ചാണ്, നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന്റെ മാർഗത്തെക്കുറിച്ച് വളരെ കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതായി റസൂലുള്ളാഹി പറയാൻ. രണ്ടാമത്തെ വിഷയം വഅജലുഹു, അവന്റെ ആയുസ്സിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ദുനിയാവിലേക്ക് വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും ഈ ദുനിയാവിലേക്ക് പിറവിയെടുത്ത് ഇവിടേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കെ തന്നെ അല്ലാഹു നിശ്ചയിച്ചൊരു തീരുമാനമാണ് നാം എന്ന് ഈ ദുനിയാവിൽ നിന്നും വിട പറയണമെന്ന്, നാം എന്ന് ഈ ദുനിയാവിൽ നിന്നും മരണപ്പെട്ടു പോകണമെന്ന്, നാം എന്ന് ഈ ദുനിയാവിൽ നിന്നും അള്ളാന്റെ വിളിക്കുത്തരം നൽകി മയ്യത്തായി കടന്നു പോകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കഴിയുന്ന സമയത്തു തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നൊരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമുക്കറിയാം. ഒരു ദിവസം അള്ളാന്റെ വിളിക്കുത്തരം നൽകി മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഉത്തരപ്രകാരം നമുക്ക് നിശ്ചയിച്ച സമയം വന്നെത്തുമ്പോൾ നമ്മുടെ തലക്കുമീതെ വന്നുകൊണ്ട് നമ്മുടെ റൂഹിനെ പിടിച്ചെടുക്കുന്ന ഒരു സമയമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ആലോചിച്ചു നോക്കുക, നാം ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സമുദായത്തിൽ ഒരുപാട് സംഘടനകളെ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരുപാട് വിഭാഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാമിൽ തന്നെ വ്യത്യസ്ത ആശയങ്ങളുള്ള, വ്യത്യസ്ത ആദർശങ്ങളുള്ള പല സംഘടനകളെയും നമുക്ക് കാണാം. ഇസ്ലാമേതര മതങ്ങളിലും അതുപോലെയുള്ള വിഭാഗങ്ങളെ കാണാം. മതം വേണ്ടെന്ന് പറയുന്നവരെ കാണാം, വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവരെ കാണാം, മതമില്ലെന്ന് പറയുന്ന യുക്തിവാദികളെ കാണാം, നിരീശ്വരവാദികളെ കാണാം, എല്ലാം നമുക്ക് കാണാം. എന്നാൽ അവർക്കെല്ലാം അവരുടേതായ ആശയമുണ്ട്, അവർക്ക് അവരുടേതായ ആദർശങ്ങളുണ്ട്. എന്നാൽ ഏതൊരു വിഭാഗവും നിശ്ചയിക്കുന്ന, അതല്ലെങ്കിൽ ഏതൊരു വിഭാഗത്തിനിടയിൽ ഒരു സംശയമില്ലാതെ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒന്നുണ്ട്. എന്താണ് ആ കാര്യം? എല്ലാവരും ഈ ദുനിയാവിൽ നിന്നും ഒരിക്കൽ മരണപ്പെടുമെന്നുള്ളത്. എല്ലാവരും ഈ ദുനിയാവിൽ നിന്നും ഒരു ദിവസം അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി അങ്ങ് ആകാശത്തേക്ക്, അതല്ലെങ്കിൽ വിളിക്കുത്തരം നൽകി ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോകുമെന്നുള്ളതിൽ ആർക്കും തന്നെ സംശയമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. നോക്കൂ നിങ്ങൾ, അത് പരിശുദ്ധ ഖുർആൻ ഗണ്യമായി നമ്മളോട് പറഞ്ഞ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഈ ദുനിയാവിലേക്ക് ആരൊക്കെ പിറന്നു വീണിട്ടുണ്ടോ അവരെല്ലാം മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്. ആ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ദുനിയാവിൽ കണ്ടുപിടിച്ച ഏത് വലിയ സാങ്കേതിക വിദ്യകളുള്ള, ഏത് വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല, ഏത് വലിയ ആളുകൾ ഉണ്ടായിട്ടും കാര്യമില്ല.
കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ മനുഷ്യനും മരിക്കുമെന്നാണ്. ഓരോ മനുഷ്യനും മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ ഗണ്യമായി പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ആ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേവലാതിപ്പെടുന്ന ആളുകളെ കാണുവാൻ സാധിക്കുന്നതാണ്. ആ മരണത്തെ കുറിച്ച് ചിന്തയില്ലാതെ, ആ മരണത്തെ കുറിച്ച് യാതൊരുവിധ ബോധവുമില്ലാതെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു കാര്യമുണ്ട്. മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. ഇന്ന് നമ്മുടെ ദുനിയാവിൽ പല ആളുകളും മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ, ആയുസ് നീട്ടിക്കിട്ടാൻ, മരിക്കാതിരിക്കാൻ പല പൂജകളും ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. പലയിടങ്ങളിലേക്ക് കടന്നു ചെന്ന് മരണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പല രൂപത്തിലുള്ള നേർച്ച വഴിപാടുകൾ നടത്തുന്നത് കാണാം. കോഴിയെ നേർച്ചയാക്കുന്നവർ, പശുവിനെ നേർച്ചയാക്കുന്നവർ, പണം നേർച്ചയാക്കുന്നവർ, പലതും നേർച്ചയാക്കിക്കൊണ്ട് എനിക്കെന്റെ ആയുസ് നീട്ടിക്കിട്ടണം, മരണത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നാടുകളിൽ മതം വിറ്റ് ജീവിക്കുന്ന, നമ്മുടെ നാടുകളിൽ മതം വിറ്റ് ജീവിക്കുന്ന ചില ബിസിനസ്സുകാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരും ഈ രൂപത്തിൽ ആയുസ് നീട്ടിക്കിട്ടണമോ, ഇന്ന ദുആ 1111 പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾ മരണത്തിൽ നിന്നും രക്ഷപ്പെടും, ഇന്ന പ്രാർത്ഥന, ഇന്ന സൂറത്തുൽ ഇഖ്ലാസ് ആരാണോ 4444 പ്രാവശ്യം രാവും പകലും ചൊല്ലുന്നത് അവന് മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചില ആളുകളെ വിശ്വസിപ്പിക്കുമ്പോൾ, അത് ഏറ്റുപറയാൻ ചില ആളുകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ഏത് വലിയ കൊട്ടളങ്ങളിൽ പോയി ഒളിച്ചു നിന്നാലും, ഏത് വലിയ തമ്പുരാക്കന്മാരുടെ സിംഹാസനത്തിൽ താഴെ ഒളിച്ചു നിന്നാലും നിങ്ങൾ മരണം പിടികൂടുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നാം മറന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിയ യാഥാർത്ഥ്യം, നമ്മുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മരണമാണ്. ഞാൻ മരിക്കുമെന്ന യാഥാർത്ഥ്യമാണ്. അതെപ്പോഴാണ് മരിക്കുക നമുക്കാർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. എവിടെ വെച്ചാണ് മരിക്കുക നമുക്കാർക്കും തീരുമാനിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് മരിക്കുക നമുക്കാർക്കും തീരുമാനിക്കാൻ കഴിയില്ല. എന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരൊറ്റ കാര്യം നമുക്കറിയാം. ഞാൻ എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ജീവിതം തുടങ്ങിയ സമയത്ത് എൻ്റെ അല്ലാഹ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോൾ മരണപ്പെടണമെന്ന്, ഞാൻ എപ്പോഴാണ് മരണപ്പെടേണ്ടത് എന്ന്, ഞാൻ എങ്ങനെയാണ് മരണപ്പെടേണ്ടത് എന്ന് എൻ്റെ അല്ലാഹ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു സെക്കൻഡ് നീട്ടുവാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല. ഒരു സെക്കൻഡ് നേരത്തെ മരിക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ഒരുപക്ഷെ വായിച്ചു മറന്നുപോയൊരു വാർത്തയുണ്ട്, അല്ലെങ്കിൽ കേട്ടു മറന്നുപോയൊരു വാർത്തയുണ്ട്. ദുബായിൽ വെച്ചുകൊണ്ട് 6 കെട്ടിടത്തിന് മുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാകിസ്ഥാനിയായ മനുഷ്യൻ, അദ്ദേഹം കാല് തെറ്റി 6 കെട്ടിടത്തിന്റെ മുകളിൽ താഴേക്ക് വീഴുകയാണ്. അദ്ദേഹം വീഴുന്നത് ഒരു കാറിന്റെ മുകളിലേക്കാണ്. അദ്ദേഹത്തിന്റെ വീഴ്ചയുടെ പവറിൽ ആ കാർ തകർന്നു പോയി. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചില്ല. അദ്ദേഹം മരണപ്പെട്ടില്ല. 6 കെട്ടിടത്തിന് മുകളിൽ ചാടിയിട്ട് പോലും, വീണിട്ട് പോലും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം ആ കാറിന്റെ മുകളിൽ നിന്നും ചാടി എണീക്കാൻ സന്തോഷം കൊണ്ട് അദ്ദേഹം അവിടെ കൂടിയ ആളുകൾക്ക് മധുരം നൽകാൻ അദ്ദേഹം തൊട്ടടുത്തുള്ള കടയിലേക്ക് ഓടുകയാണ്. ആ കടയിലേക്ക് ഓടി കടയിൽ നിന്നും കിട്ടിയ മധുരപാനീയങ്ങൾ പെപ്സി വാങ്ങിക്കൊണ്ട് തൻ്റെ സഹോദരങ്ങൾക്ക് നേരെ ഓടുമ്പോൾ, ആ ഓട്ടത്തിനിടയിൽ അദ്ദേഹം അവിടെയുള്ള ഒരു റോഡ് മുറിച്ചു കടക്കുമ്പോൾ എതിരവൻ ചീറിപ്പാഞ്ഞു വന്ന ഒരു വാഹനം ഇടിച്ച് അദ്ദേഹം മരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വർഷങ്ങൾക്ക് മുമ്പേ നാം കേട്ടുപോയ ഒരു യാഥാർത്ഥ്യമാണ്, നമ്മൾ മറന്നുപോയ ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു വർത്തമാനമുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാവർക്കും ഒരു സമയമുണ്ട്, എല്ലാ ഉമ്മത്തിനും ഒരു സമയമുണ്ട്. ഫൈദാ ജാഅ അജലുഹും,
നിങ്ങളുടെ സമയമെത്തിയാൽ, ആ ഉമ്മത്തിന്റെ സമയം കടന്നു വന്നാൽ, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, അതിൽ നിന്നും ഒരണുമണി നീട്ടി ഒരാൾക്കും കിട്ടുകയില്ല. അതിൽ നിന്നും ഒരണുമണി നേരത്തെയും ഒരാൾക്കും സംഭവിക്കുകയില്ല. ഞാൻ മരിക്കേണ്ടത് ഇന്ന് സുബഹിക്ക്, ഇന്ന് അശറിന്, ഇന്ന് മഗ്രിബിന് സുജൂദിൽ കിടക്കുന്ന സമയത്താണ് എന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരാൾക്കും ഒരു സെക്കൻഡ് പോലും നീട്ടിക്കിട്ടുകയില്ല. നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടവരാണ്. വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ഗൾഫ് ജീവിതം നയിച്ചുകൊണ്ട് അവസാനത്തെ ആഗ്രഹമായ മക്കളുടെ വിവാഹം കഴിഞ്ഞ് അവസാനത്തെ ആഗ്രഹമായ ഒരു പുതിയ വീടുണ്ടാക്കി, ആ വീടിലേക്ക് കയറുന്ന ദിവസം ഫിക്സ് ചെയ്ത് തനിക്ക് നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റും എടുത്ത് തലേ ദിവസം വീട്ടിലേക്ക് വിളിച്ച്, ഞാൻ ഇന്ന ദിവസം ഇത്ര മണിക്ക് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങുമെന്നും അവസാന കോൾ ചെയ്ത് വെച്ച് തന്നെ സ്വീകരിക്കാൻ വാഹനത്തിൽ കടന്നു ചെന്ന തൻ്റെ ഇതേവരെ കണ്ടിട്ടില്ലാത്ത പൊന്നോമന പൈതങ്ങൾ, തനിക്ക് വേണ്ടി പലതും ഉണ്ടാക്കി വെച്ച് ഉമ്മയും ഉപ്പയും തൻ്റെ പ്രിയതമനെ കാണാൻ കാത്തു നിൽക്കുന്ന ഭാര്യ, അവർ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് അവർ കേൾക്കുന്ന വർത്തമാനം, അവിടെ നിന്നും ദുബായിൽ നിന്നും സൗദിയിൽ നിന്നും ഇന്ന എയർപോർട്ടിലേക്ക് വന്ന വിമാനം ഇന്ന സ്ഥലത്ത് വെച്ച് തകരാറായി, അത് ആക്സിഡന്റായി, അതിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ മരണപ്പെട്ടവരുണ്ടായേക്കാം. സ്വന്തം മകന്റെ, സ്വന്തം മകളുടെ കല്യാണത്തിന്റെ തലേ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ എത്രയെത്ര രക്ഷിതാക്കളുടെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പല്ലേ ദുബായിൽ നിന്നും കടന്നു വന്ന് സ്വന്തം കല്യാണത്തിന്റെ വസ്ത്രമെടുക്കാൻ വാഹനമെടുത്തു കടന്നു ചെന്ന ഒരു യുവാവ് ആ പോകുന്ന പോക്കിൽ വസ്ത്രം മേടിക്കാൻ പോകുന്നതിനിടയിൽ ആക്സിഡന്റ് സംഭവിച്ച് മരണപ്പെട്ടു പോയ വാർത്തകൾ, വർത്തമാനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു ദിവസം ഞാനും മരണപ്പെടും. ഞാനും ആ ഒരു ദിവസം മരണപ്പെടും. ഈ ഏറ്റുമാനൂരിൽ നിന്നും കടയിലേക്ക് പോകുന്നതിനിടയിൽ ആക്സിഡന്റിൽ ഞാൻ മരണപ്പെട്ടേക്കാം, ഏതെങ്കിലും രൂപത്തിൽ ഞാൻ മരണപ്പെട്ടേക്കാം. എന്നാൽ നമ്മുടെ മരണം എന്ന് പറയുന്നത്, ആ മരണം ഏറ്റവും ഖൈറായ മരണമാക്കി മാറ്റുവാൻ നമ്മളെല്ലാവരും തയ്യാറാവേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അവരിലേക്ക് മരണം കടന്നു വരുന്ന സമയം, നമ്മളിലേക്ക് മരണം കടന്നു വരുന്ന സമയം, നമ്മളിൽ ചില ആളുകൾ പറയും, ഖാല റബ്ബിർജിഊൻ, അല്ലാഹുവേ നീ എന്നെ പിടിക്കല്ല റബ്ബേ, നീ എൻ്റെ റൂഹിനെ പിടിക്കല്ല റബ്ബേ, റബ്ബിർജിഊൻ, റബ്ബേ നീ എന്നെ മടക്കിക്കൊണ്ട റബ്ബേ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, അല്ലാഹുവേ ഞാൻ ചെയ്യാതെ പോയ എൻ്റെ അമലുകളുണ്ട് നാഥാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാതെ പോയ എൻ്റെ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് നാഥാ, ഞാൻ അതെല്ലാം ചെയ്തിട്ട് വരാം റബ്ബേ, എന്നെ പിടിക്കല്ല റബ്ബേ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. പ്രിയപ്പെട്ടവരെ, ഒരു വേള ചിന്തിക്കുക, ഈ ജുമുഅ കഴിഞ്ഞ് അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ജുമുഅ നമസ്കാരവും നമസ്കരിച്ച് വീട്ടിലേക്ക്, അതല്ലെങ്കിൽ കടയിലേക്ക് കടന്നു ചെല്ലുന്ന നാം ഇട്ടിരിക്കുന്ന വസ്ത്രം അത് നമ്മൾ ഊരുമോ എന്ന് പോലും ഗ്യാരണ്ടി ഇല്ലാത്തവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഏത് നിമിഷം മരണപ്പെടുന്ന സമയത്തും മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ തലക്കുമീതെ കടന്നു വന്ന് നമ്മുടെ റൂഹിനെ ആവശ്യപ്പെടുന്ന സമയത്ത് അമലുകളില്ലാതെ, സൽക്കർമ്മങ്ങളില്ലാതെ, നന്മകളില്ലാതെ, അള്ളാഹിനെ കുറിച്ച് ഓർമ്മയില്ലാത്തവരായിക്കൊണ്ടാണ് ഈ ദുനിയാവിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നൊരു വർത്തമാനമാണ് റബ്ബിർജിഊൻ, അല്ലാഹുവേ എൻ്റെ റൂഹിനെ പിടിക്കല്ലേ അല്ലാഹ്, അല്ലാഹുവേ എൻ്റെ റൂഹിനെ പിടിക്കല്ല റബ്ബേ, എന്നെ ഒന്ന് മടക്കിക്കൊണ്ട റബ്ബേ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ പോയ സൽക്കർമ്മങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ റബ്ബിനോട് പറയുമെന്ന് അല്ല പറയാൻ. എന്താണ് പറഞ്ഞത്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ച എൻ്റെ സൽക്കർമ്മങ്ങൾ നമുക്കറിയാഞ്ഞിട്ടല്ല. അപ്പോ ദുനിയാവിന് വേണ്ടിയാ,
ദുനിയാവിൻ്റെ പല സന്തോഷങ്ങൾക്കും വേണ്ടി ഞാൻ ഉപേക്ഷിച്ച എൻ്റെ സൽക്കർമ്മങ്ങളുണ്ട് റബ്ബേ, ഞാനത് ചെയ്യാം. കുറച്ച് സമയം എനിക്ക് ഒന്ന് നീട്ടിത്തരുമോ എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ റബ്ബിനോട് കേണപേക്ഷിക്കുന്ന ഒരു സമയം പരിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മളോട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മനുഷ്യൻ പറയും, മരണത്തിൻ്റെ സമയമടുക്കുമ്പോൾ അവൻ്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യരും പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ടുപറയാണ്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യഖൂലു യാ ലൈതനി, അവർ പറയും ആ വേളയിൽ, യാ ലൈതനി, ഇതോടുകൂടി എനിക്ക് നാശമാണ്. കാരണം ഇനി ദുനിയാവുമായി ബന്ധമില്ല, അമലുകൾ ചെയ്യാൻ എനിക്കൊരു അവസരമില്ല, നിസ്കരിക്കാൻ എനിക്കൊരു സമയമില്ല, സുന്നത്തുകൾ എടുക്കാൻ എനിക്കൊരു സമയമില്ല, ഉമ്മയോടുപ്പയോട് പോയി കാരുണ്യത്തോടെ പെരുമാറാൻ എനിക്കൊരു സമയമില്ല, കടങ്ങൾ എനിക്കുണ്ട്, കച്ചവടത്തിൽ വഞ്ചന കാട്ടിയിട്ടുണ്ട്, പല രൂപത്തിലുള്ള പല അധർമ്മങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി എനിക്ക് സമയമില്ല. യാ ലൈതനി, ഇതോടുകൂടി എനിക്ക് നാശമാണ്. എന്നിട്ട് പറയുന്നൊരു വർത്തമാനം എന്തറിയോ? ഖദ്ദംതു ലി ഹയാതി, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് കിട്ടിയ ഈ ഒരു ആയുസ്സിൽ ഞാൻ നന്മകൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഓരോ മനുഷ്യനും പറയുന്ന ഒരു സമയമുണ്ട്, ഒരു വേളയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ഖുർആൻ പറയുന്നത് എന്തറിയോ? നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ, കല്ല, ഒരിക്കലുമില്ല. അവൻ ആയുസ് നീട്ടി ചോദിക്കും, അവൻ എന്നോട് കേണപേക്ഷിക്കും, എൻ്റെ കാല് എൻ്റെ അടുക്ക വന്ന് എൻ്റെ മുമ്പിൽ സുജൂദ് കടന്നവൻ കരയും. എന്നാൽ അല്ലാഹു പറയണ, കല്ല, ഒരിക്കലും അത് സംഭവിക്കുകയില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും വർത്തമാനമായി അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവർ, ആലോചിച്ച് നോക്കി, നമ്മൾ മരിക്കൂലേ? ഈ നിമിഷം നമ്മൾ മരിക്കുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കി പ്രിയപ്പെട്ട മുഅ്മിനുകളെ. ഈ നിമിഷം ഞാനാണ് മരണപ്പെടാണ് എന്നൊരു വേള ചിന്തിക്കും. എന്തുണ്ട് നമ്മളെ കയ്യിൽ? എന്ത് സൽക്കർമ്മമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിൽ? എന്ത് നന്മയാണ് അള്ളാഹിന്റെ മുമ്പിൽ പോയി ഒന്ന് വെച്ച് അള്ളാഹിന്റെ മുമ്പിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ കടന്നു ചെല്ലാൻ പറ്റിയ എന്ത് ഇബാദത്താണ് നമ്മുടെ കയ്യിൽ. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നില്ലേ? സൂറത്തുൽ കഹ്ഫ് പൂർണ്ണമായി പാരായണം ചെയ്ത എത്ര പേര് നമ്മുടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ എത്ര പേര് മുമ്പിൽ ഇരിക്കുന്നുണ്ട്? ഒന്നാലോചിച്ച് നോക്കി. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, നമ്മുടെ കയ്യിൽ അമലുകളില്ല. നമ്മുടെ കയ്യിൽ സ്വഹാബികൾ ചെയ്തതുപോലെ, സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തതുപോലെ നമ്മുടെ കൈകളിൽ, നമ്മുടെ നന്മയുടെ അക്കൗണ്ടിൽ ഒന്നുമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി പറഞ്ഞില്ല, ഉമറേ, സ്വർഗ്ഗത്തിൽ തൂവെള്ള കൊട്ടാരം നിനക്ക് വേണ്ടി പണിത് ഞാൻ കണ്ടിട്ടുണ്ട് ഉമറേ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഒരിക്കൽ കരഞ്ഞു. എന്തിനാ കരഞ്ഞതെന്നറിയോ? തന്റെ അനുചരന്മാർ ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ കരഞ്ഞത് നാളെ സ്വർഗത്തിൽ എനിക്ക് അല്ലാഹു ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള ഒരിടം നൽകുമോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് എന്നാണ്. ആരാ കരയുന്നത് നോക്കണം നമ്മൾ. സ്വർഗത്തെക്കുറിച്ചൊരു സെക്കൻഡ് ആലോചിച്ചിക്കണോ? അല്ല, എനിക്ക് സ്വർഗം കിട്ടുമോ? സഹാബികൾ കരഞ്ഞിട്ടുണ്ട് സ്വർഗമാലോചിച്ച്. ആ സ്വർഗത്തിലേക്കുള്ള അവസരത്തിന് വേണ്ടി അവർ മത്സരിച്ചിട്ടുണ്ട്. നമ്മൾ മത്സരിക്കൊന്നും വേണ്ട. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റബ്ബേ, സ്വർഗത്ത് പോകാനുള്ള അമലൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടോ? ഈ ഒരു റൂട്ടിൽ ഞാൻ പോയാൽ, ഈ രൂപത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നതെങ്കിൽ എനിക്ക് സ്വർഗത്തേക്ക് കയറാൻ കഴിയോ റബ്ബേ എന്ന് ഒരു സെക്കൻഡ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കണം നമ്മൾ. അവിടെയാണ് നമുക്ക് വിജയമുള്ളത്. അവിടെയാണ് ആത്യന്തികമായ അനശ്വരമായ വിജയം നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ പോലും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും സന്തോഷങ്ങളെയും ആനന്ദങ്ങളെയും ആഹ്ലാദങ്ങളെയും എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് മുറിച്ചു കളയുന്ന
മരണത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി ഓർത്തുകൊള്ളണം. മരിക്കൂല പ്രിയപ്പെട്ടവരെ. ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും ഞാൻ ഇന്നും നാളെ ഒന്നും മരിക്കൂല, എനിക്കൊരു 40 കൊല്ലം കൂടി ആയുസ്സുണ്ട് എന്ന വിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് മരണം. നമ്മുടെയൊക്കെ കൂട്ടുകാരുകൾ, നമ്മുടെ വീട്ടിൽ ഉമ്മ ഉപ്പ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ, ഒന്ന് ആലോചിച്ച് നോക്കൂ. മക്കൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന മാതാപിതാക്കളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ അതാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി പറയാനുള്ളത്, ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി നിങ്ങൾക്ക് തരാനുള്ള ഒരു വസിയത്തും പറയുന്നത്, മരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ സ്വഹാബികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും എല്ലാം തൻ്റെ മക്കൾക്ക് നൽകിയ ഒരു ഉപദേശമുണ്ട്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടരുത് പ്രിയപ്പെട്ടത്. മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ ഹറാം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നന്മയില്ലാതെ തിന്മയോട് കൂടി മരണപ്പെടുന്ന ഹതഭാഗ്യവാന്മാരായി നമ്മൾ മാറരുത് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് നമ്മുടെ മരണമെങ്കിൽ, അങ്ങനെയാണ് ഈ ദുനിയാവിൽ നിന്നും നമ്മുടെ റൂഹ് പിരിഞ്ഞ് അള്ളാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതെങ്കിൽ, അവിടെ നമുക്ക് വേണ്ടി റബ്ബ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നരകമാണ് എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന. ആരാണോ നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്, ആരാണോ സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. അവൻ ഇന്ന് സ്വർഗം കളയുന്നുണ്ട്. സ്വർഗത്തിലേക്ക് വേണ്ടിയുള്ള അമലുകൾ അവൻ മാറ്റിവെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ദുനിയാവിൽ വിജയിക്കാൻ, ദുനിയാവിൽ നേട്ടം കൊയ്യാൻ, ദുനിയാവിൽ സന്തോഷമുണ്ടാവാൻ, ദുനിയാവിൽ ആഡംബരമുണ്ടാവാൻ, ദുനിയാവിനോടുള്ള ആർത്തിയാൻ. അതിനുവേണ്ടി അവൻ സ്വർഗം മാറ്റി, സ്വർഗത്തിൽ അമല് മാറ്റി, സൽക്കർമ്മങ്ങൾ മാറ്റി. എന്ന ഖുർആൻ പറയാണ്, ഒരു വിശ്വാസി, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ മുമ്പിലുള്ള വിജയം എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നപ്പോഴാണോ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എപ്പോഴാണോ, അവനാണ് വിജയി. ആ വിജയമാണ് ഓരോ മുഅ്മിനുകളും കരഗതമാക്കേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത്, ഈ ദുനിയാവിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ യാത്ര പറഞ്ഞ് ബർസഖിയായ ഒരു ലോകത്തേക്ക് പ്രവേശിക്കേണ്ടവരാണ് ഓരോ മനുഷ്യരും. എന്നാൽ ഇന്നത്തെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളും ഈ ദുനിയാവിൽ അവർ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മുസ്ലിം സമുദായം പോലും മരണമെന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചു കളയുന്ന, അതിനെ ചെറുതാക്കി കളയുന്ന ഒരു ദയനീയമായ അവസ്ഥയിലാണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളൊക്കെ ഈ ദുനിയാവിൽ നിന്ന് മരിക്കും. അതിന് സമയമല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ നിങ്ങൾ എന്താ ചെയ്യാന്ന് പോലും നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല. നിങ്ങൾക്കറിയില്ല എന്നാണ്. നമുക്ക് പ്ലാൻ ചെയ്യാം,
നാളെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാം. പക്ഷേ അത് ചെയ്യോ ഇല്ലേ എന്ന് നിങ്ങൾക്കറിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെ വെച്ചാണ് നിങ്ങൾ മരിക്കുക? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയും? എവിടെ വെച്ചാണ് അള്ളാഹു നിങ്ങളുടെ റൂഹിനെ പിടികൂടുക എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? പരിശുദ്ധ ഖുർആൻ ചോദിക്കണം. എന്നാൽ അള്ളാഹ് പറയാണ്, ഇത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എപ്പോഴാണ് തീരുമാനിച്ചത്? മരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പല്ല. നമ്മളൊരു ആക്സിഡൻറ്റിൽ മരിക്കണം, നമ്മൾ കോട്ടയത്ത് വെച്ച് മരിക്കണം, അല്ലെങ്കിൽ നമ്മൾ മക്കയിൽ വെച്ച് മരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ വെച്ച് മരിക്കണം, വീടിൻ്റെ റൂമിൽ വെച്ച് മരിക്കണം. ഇത് അള്ളാഹ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് പ്ലാൻ ചെയ്തത്? നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കഴിയുന്ന സമയത്ത്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ആ സമയം എന്നെത്തിയാൽ ഒരു സെക്കൻഡ് അള്ളാഹ് നീട്ടി തരൂല, പിടിക്കും. ആ പിടുത്തം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്ന ഒരു ചിന്തയോടെ ആയിരിക്കണം പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മൾ ജീവിക്കേണ്ടത്. ആ മരിക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് അമല് ചെയ്യാനുള്ളൊരു അവസരമല്ല, പിന്നീട് ഒരു സുബ്ഹാനല്ലാഹ് പറയാനുള്ളൊരു അവസരമല്ല, പിന്നീട് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനൊരു അവസരമല്ല, പിന്നീട് ഒരു സുന്നത്ത് നിസ്കരിക്കാനുള്ള അവസരമല്ല, പിന്നീട് ഉമ്മയോട് ഉപ്പയോട് കാരുണ്യം ചെയ്യാനുള്ള അവസരമല്ല, പിന്നീട് ഒന്നിനുള്ള അവസരമല്ല. നന്മ ചെയ്യാനുള്ള അവസരമല്ല, തിന്മ ചെയ്യാനുള്ള അവസരമല്ല. അതോടുകൂടി നമ്മുടെ എല്ലാം കഴിഞ്ഞു. പിന്നീട് വിചാരണകളാണ്, പിന്നീട് നമ്മുടെ ലോകം മാറാണ്, പിന്നീട് നമ്മുടെ അവസ്ഥകൾ മാറാണ്. ആ അവസ്ഥകൾ നമ്മൾ പഠിക്കണം. മരിക്കുന്ന സമയം പ്രിയപ്പെട്ട വിശ്വാസികളെ ശരിക്കും മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ വിശദീകരിക്കാം. മരിക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ മരിക്കുന്ന സമയം, ഒരു മുഅ്മിനല്ലാത്ത, വിശ്വാസമില്ലാത്ത, അമലില്ലാത്ത ഒരു മനുഷ്യൻ മരിക്കുന്ന സമയം രണ്ടും രണ്ടാണ്. പഠിക്കണം നമ്മൾ. അതിനുശേഷം അവന് ഖബറുണ്ട്. ഖബറിൽ ഒരു മുഅ്മിനിന്റെ ഖബർ, ഒരു മുഅ്മിനല്ലാത്തവന്റെ ഖബർ. പരലോകം ഒരു മുഅ്മിനിന്റേത്, ഒരു മുഅ്മിനല്ലാത്തവന്റെ പരലോകം. അവസാനം സ്വർഗവും നരകവും. നമ്മൾ പഠിക്കണം ഇത്. എന്നിട്ട് അതിനനുസരിച്ച് ആ സ്വർഗീയ പൂങ്കാവനത്തിൽ പ്രവേശിക്കുവാനുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ നമ്മൾ തയ്യാറാവാം. അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഉമർ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ പോലെ മരിക്കുമെന്ന ചിന്തയോടെ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നതാണ്. ഇന്നത്തെ ജുമ നിസ്കരിക്കുമ്പോൾ അടുത്തൊരു ജുമയ്ക്ക് ഞാൻ ഉണ്ടാവില്ല എന്ന ചിന്തയോടെ നിസ്കരിക്കും. ളുഹർ നിസ്കരിക്കുമ്പോൾ അസറിന് ഞാനില്ല, അതെൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന രൂപത്തിൽ സ്വഹാബികൾ നിസ്കരിച്ചിരുന്നു എന്നാണ്. ആ രൂപത്തിലെല്ലാം മരണത്തെക്കുറിച്ച് ചിന്തിച്ച് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.